Hello dears, welcome back to Xylem Learning. It's me Shweta. അപ്പോൾ നമ്മൾ സൂപ്പർ സെൽസ് ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞ ഒരു കോണ്ടന്റ് വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങൾ എല്ലാവരും ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ? ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി ആ ഒരു വീഡിയോ കണ്ടിട്ട് വേണം ഈ ഒരു ഇന്നത്തെ ക്ലാസ് കേൾക്കാനാട്ടോ. അപ്പോൾ ഇതാ മിസ് ഇന്ന് പറയാൻ പോകുന്നതാ നമ്മൾ പഠിച്ച കാര്യമാണ് നമ്മുടെ സൂപ്പർ സെൽ എന്ന് പറഞ്ഞ കാര്യം അല്ലേ. എങ്ങനെയായിരുന്നു നമ്മൾ സൂപ്പർ സെല്ല് കണ്ടിട്ടുണ്ടായിരുന്നത്? അത് ഇങ്ങനെ കുറച്ച് ബോക്സുകൾ ഉണ്ടായിരുന്നു അല്ലേ. ഇതിൽ നിന്ന് ഓരോ സംഖ്യകൾ, അതായത് ഈ സംഖ്യയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഏതാണോ വലുത്, ഇവിടെയും ചെറുതാണ്, ഇത് വലുതാണെന്നുണ്ടെങ്കിൽ ഇതൊരു സൂപ്പർ സെല്ലായിട്ട് നമ്മൾ കളർ ചെയ്യുമായിരുന്നു അല്ലേ. ഇതൊരു സൂപ്പർ സെല്ലായിട്ട് നമ്മൾ കളർ ചെയ്യുമായിരുന്നു. ഇങ്ങനെയായിരുന്നു നമ്മൾ സൂപ്പർ സെല്ലൊക്കെ കണ്ടുപിടിച്ചേ. അതുപോലെടാ ഇതും ഒരു സൂപ്പർ സെല്ലാണ് എന്ന് മിസ് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ, കാരണം ഇതൊരു സൂപ്പർ സെല്ലാണ്. എന്താണ് വ്യത്യാസം എന്നുള്ളത് നിങ്ങൾക്ക് അറിയോടാ. ഇവിടെ നമുക്ക് കുറേ നമ്പറുകൾ ഉണ്ടല്ലേ കമ്പയർ ചെയ്യാൻ. മറ്റേതൊരൊറ്റ ബോക്സിൽ വലിയ ബോക്സിൽ മാത്രമായിരുന്നു നമ്മൾക്ക് കമ്പയർ ചെയ്യാനുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് ഒരു വലിയ ബോക്സിൽ കുറേ നമ്പറുകളുണ്ട്, കുറേ നെയ്ബേഴ്സ് ഉണ്ടല്ലേ കമ്പയർ ചെയ്യാൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ 16,200 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്തടുത്തുള്ള നമ്പറുകൾ ഏതൊക്കെയാണെടാ? ഈ 23,609 39,344. അപ്പോൾ അതിലേതാണ് ഏറ്റവും വലുത് എന്ന് നോക്കിയിട്ട് അതിനെ നമ്മൾ സൂപ്പർ സെല്ലാണോ അല്ലയോ എന്നുള്ളത് നോക്കാം. അതെ, ഇവിടെ 16,200 എന്താണ്? അതിനേക്കാളും വലുത് ഇവിടെ ഉണ്ടല്ലേ. അപ്പൊ അതൊരു സൂപ്പർ സെല്ലല്ല. അതുപോലെ 23,609 അതിന്റെ കൂടെ ആരൊക്കെ ഉണ്ടടാ? 62,871 ഉണ്ട്, അത് വലുതാണ്. അപ്പൊ ഉറപ്പായും അതൊരു സൂപ്പർ സെല്ലാക്കാൻ പറ്റില്ല അല്ലേ. അതുപോലെ നമ്മളിപ്പോ 62,871 62,871 എടുക്കുകയാണെങ്കിലോ നമുക്ക് അതിന്റെ അപ്പുറത്തൊക്കെ ആയിട്ട് ആരൊക്കെ ഉണ്ടടാ? 23,609 ഉണ്ട്, 50,319 ഉണ്ട്, 45,306 ഉണ്ട്, 39,344 ഉണ്ട്. ഇതൊക്കെ എന്താണടാ? നമ്മുടെ ഈ 62,871 ചെറുതാണ്. അതുകൊണ്ടാണ് ഈ ഒരു നമ്പർ സൂപ്പർ സെല്ലായിട്ട് മാറിയത്. അതുകൊണ്ടാണ്. സെറ്റ് അല്ലേടാ? അങ്ങനെയെങ്കിൽ മിസ് ഇതാ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഒരു ചോദ്യം. there is only one super cell number greater than all its neighbor in the grid അല്ലേ. ഈ ഒരു ഗ്രിഡിൽ ഒരൊറ്റ സൂപ്പർ സെല്ലേ ഉള്ളൂ. ഏതാണ്? 62,871. if you exchange 2 digits of one of the numbers there will be 4 super cells. find out which digits to swap. എന്താണ് പറയുന്നത്? ഈ ഒരു ഗ്രിഡിൽ ഏതോ ഒരു നമ്പറിന്റെ 2 ഡിജിറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താടാ? ഇപ്പൊ നമ്മൾ 62,871 എടുക്കാന്ന് വിചാരിച്ചോ. 62,871 എടുത്തു. ഇത് വൺസ് ആണ്, ഇത് ടെൻസ് ആണ്, ഹൺഡ്രഡ്സ് ആണ്, ഇത് തൗസൻഡ്സ് ആണ്, ഇത് 10,000s ആണ് അല്ലേ. ഇങ്ങനെയല്ലേ നമുക്കുള്ളത്. അപ്പോൾ ഈ ഒരു ഡിജിറ്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു നമ്പർ അല്ലേ കിട്ടുക. ആ നമ്പർ വന്നു കഴിഞ്ഞാൽ എന്താകും എന്നറിയോ? നമുക്ക് കുറേ സൂപ്പർ സെൽസ് കിട്ടുമെന്നാണ് പറയുന്നത്. ഈ ഒരു ഗ്രിഡിൽ കുറേ സൂപ്പർ സെൽസ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതാണ് ആ ഒരു നമ്പർ എന്നുള്ളത് നോക്കിയാലോടാ. ഏതാണ് ആ ഒരു നമ്പർ എന്നുള്ളത് നോക്കാം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ നോക്കിക്കോടാ. 62,871. ഇതിൽ മിസ് 1ന്റെ പ്ലേസിൽ 6നെയും കൊണ്ടുവരാണ്, 6ന്റെ പ്ലേസിൽ 1നെയും കൊണ്ടുവരാണ്. അപ്പോൾ എന്തായടാ? 12,876 ആയല്ലോ. അപ്പോൾ ഇവിടെ 12,876 ആയാൽ നിങ്ങളൊന്ന് നോക്കിക്കേടാ. 12,876 ആയിട്ട് ഈ ഒരു നമ്പർ മാറിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? ഇവിടെയൊക്കെ ആയിട്ട് സൂപ്പർ സെല്ലുകൾ വരില്ലേടാ. യെസ്, അവിടെ നമുക്ക് കുറേ സൂപ്പർ സെല്ലുകൾ കിട്ടും. അപ്പോൾ നമുക്കത് കണ്ടുപിടിച്ചാലോ? എല്ലാവരും നോക്കിക്കേടാ. അത് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് 12,876 എന്ന് കിട്ടി. ഇനി നമുക്ക് സൂപ്പർ സെല്ലുകൾ കണ്ടുപിടിക്കാം. 12,876 ആദ്യം നിങ്ങൾക്ക് 16,200 നോക്കാലോ. അതിൻ്റെ അപ്പുറത്ത് ഏതൊക്കെ ഉണ്ടടാ? 23,609 39,344. അപ്പോൾ എന്താണ്? ഈ ഒരു നമ്പർ ഒരു സൂപ്പർ സെല്ലല്ല. അങ്ങനെയെങ്കിൽ മിസ് ചോദിക്കട്ടെ, 39,344 ഒരു സൂപ്പർ സെല്ലാണോ? ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ നെയ്ബേഴ്സ് ഒക്കെ ആരാണെന്ന് നോക്കണം അല്ലേ. 16,200 ഉണ്ട്, ചെറുതാണ്. 29,765 ഉണ്ട്, അതേ ചെറുതാണ്. 12,876 ഉണ്ട്, അതേ ചെറുതാണ്. അപ്പോൾ ഇതെന്തായടാ? ഇതൊരു സൂപ്പർ സെല്ലാണെന്ന് കിട്ടിയല്ലോ. അങ്ങനെയെങ്കിൽ നമ്മുടെ അടുത്ത നമ്പർ എന്ന് പറയുന്നത് മക്കളെല്ലാവരും നോക്കിക്കോ,
45,306. എങ്ങനെയാണ് നമ്മൾ ഇതൊരു സൂപ്പർ സെല്ലാണോ അല്ലയോ എന്ന് നോക്കുക. അടുത്തടുത്തുള്ള നമ്പേഴ്സ് നോക്കണം അല്ലേ. അതെ, 29,765 എന്ന് പറയുന്നത് 45,306നേക്കാളും ചെറുതാണ്. അതുപോലെ 38,408 ചെറുതാണ്. 12,876 ചെറുതാണ്. അപ്പൊ നെയ്ബേഴ്സ് ഒക്കെ ചെറുതാണെങ്കിൽ എന്താണ്, ആ ഒരു നമ്പർ സൂപ്പർ സെല്ലായിരിക്കുമല്ലോ. അങ്ങനെ ഇതാ 45,306 ഒരു സൂപ്പർ സെല്ലാണെന്ന് മിസ്സിന് കിട്ടി. ഇനി നമുക്ക് 23,609 എടുക്കാം അല്ലേ. ഇതാ ഈ ഒരു 23,609 അതിന്റെ നെയ്ബേഴ്സ് ആരൊക്കെയാടാ? 16,200 ചെറുതാണ്. 12,876 ചെറുതാണ്. 19,381 യെസ് ചെറുതാണ്. അപ്പൊ ഇതും ഒരു സൂപ്പർ സെല്ലാണെന്ന് കിട്ടി. ഇനി നമുക്ക് കുറച്ച് വലിയ നമ്പറുകൾ ഏതാണ് ഉള്ളത്? ഇനി നമ്മുടെ വലിയ നമ്പർ എന്ന് പറയുന്നത് 50,319 ആണല്ലേ. അത് നോക്കിയാലോ. ഇതിന്റെ നെയ്ബേഴ്സ് ആരൊക്കെയാടാ? 38,408 ചെറുതാണ്. 19,381 50,000നേക്കാളും ചെറുതാണ്. 12,876 അതും ചെറുതാണല്ലേ. അപ്പൊ ഇത് എന്തായടാ? ഇതും ഒരു സൂപ്പർ സെല്ലാണ്. അപ്പൊ നമുക്ക് 4 സൂപ്പർ സെല്ലുകൾ കിട്ടിയല്ലോ. എന്തായിരുന്നു നമ്മുടെ ചോദ്യം? ഈ ഒരു നമ്പറിലെ ഏതോ ഒരു നമ്പറിൽ, ഈ ഗ്രിഡിലുള്ള ഏതോ ഒരു നമ്പറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിജിറ്റ്സ് സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 സൂപ്പർ സെല്ല് കിട്ടും. ഏതാണ് ആ ഒരു നമ്പർ എന്നായിരുന്നു ചോദിച്ചത്. യെസ് ഡിയേഴ്സ്, ആ ഒരു നമ്പർ എന്ന് പറഞ്ഞത് ഏതായിരുന്നു? 62,871 ആയിരുന്നു. നമ്മുടെ ഡിജിറ്റ് സ്വാപ്പ് ചെയ്ത ഡിജിറ്റ് എന്ന് പറയുന്നത് 6നെ 1ഉം ആക്കി 1നെ 6ഉം ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയല്ലേ. ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എളുപ്പം ക്വസ്റ്റ്യൻസ് അല്ലേടാ. ഇത്രയും നമുക്ക് ഇന്നത്തെ ക്ലാസ് പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മിസ് വീണ്ടും വരുന്നതായിരിക്കൂടാ. അതുവരേക്കും ബൈ.